പ്രിയമുള്ളവരെ, എൻ്റെ ആദ്യ ചെറുകഥാ സമാഹാരമായ മനസ്സിലെ മഴവില്ലിൽ നിന്നുള്ള ഒരു കഥയാണ് ഇന്നത്തെ ശ്രവണകഥയായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നത്. ദൈവവചനം. മണി 10:30 11 പത്രം ഓഫീസിലെത്തണം. സ്ഥലം CIയുടെ BV എന്ന പരിഗണനയിൽ കിട്ടിയ ജോലിയാണെങ്കിലും ജോലിയിൽ ആത്മാർത്ഥത സ്വല്പമെങ്കിലും കാണിക്കണ്ടേ. സലീന ധൃതിയിൽ കണ്ണെഴുതി. മുടിയിൽ പിങ്ക് ബാൻഡ് കെട്ടി. ഇളം പിങ്ക് നിറത്തിലുള്ള ചുരിദാർ അവളുടെ വെളുത്ത ശരീരത്തിന് മാറ്റി കൂട്ടിയിരുന്നു. ചുമലിൽ നിന്ന് ഷോൾ ഊരി വീഴാതിരിക്കാൻ സേഫ്റ്റി പിന്നിൽ കുടുക്കിയിട്ടു. ചെരുപ്പിടാൻ പോയപ്പോഴാണ് പുറത്തുനിന്ന് ഉറക്ക വിളി കേട്ടത്. സലീന ചേച്ചി, ഓടിവായോ! പേടിച്ചരണ്ട ശബ്ദം. സലീന ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഗേറ്റിൽ തൊട്ടടുത്ത വീട്ടിലെ ഷീബ. എന്താ മോളെ? സലീന ചോദിച്ചു. സാറ് പോയോ ചേച്ചി? ഷീനയ്ക്കിത് അനക്കമില്ലാതെ കിടക്കുന്നു. വിളിച്ചിട്ട് അനങ്ങുന്നേ ഇല്ല. ശരീരം തണുത്തിരിക്കുന്നു. അമ്മച്ചി അലറി വിളിച്ച് കരയുക. ഞാൻ മേനോൻ ഡോക്ടറെ വിളിച്ച് കാണിച്ചു. സാറിനെ വിവരം അറിയിക്കാൻ പറഞ്ഞു. ചേച്ചി സാറിനെ ഒന്ന് വിളിക്കുവോ? അവൾ കരച്ചിലടക്കിയാണ് പറഞ്ഞത്. അയ്യോ, സുബൈർക്ക് 7 മണിക്ക് പോയല്ലോ. പരേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വരാം മോളെ, എന്താന്ന് നോക്കിയിട്ട് സ്റ്റേഷനിൽ വിളിക്കാം. സലീന വീട് പൂട്ടി ഷീബയോടൊപ്പം നടന്നു H18. ഹരിതനഗർ കോളനിയിൽ ഇടത്തരം ആൾക്കാർക്ക് താമസിക്കാനുള്ള വീടുകൾ വന്നിട്ട് അധിക നാളായില്ല. അവിടെ പണ്ട് താമസിച്ചിരുന്നവരും കൂടി ഏകദേശം 12 വീടുകൾ മാത്രം. അതും പല പ്ലോട്ടുകളിൽ വീട് പണി നടക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും. എല്ലാ വീടിനും H എന്ന് തുടങ്ങി നമ്പറുകളും റെസിഡൻസ് അസോസിയേഷനും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. H16 സലീനയും ഭർത്താവ് സുബൈറും കഴിഞ്ഞ മാസം താമസത്തിന് വന്നത്. അവരുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ക്വാർട്ടേഴ്സിൽ സൗകര്യം തീരെ കുറവായതുകൊണ്ട് സലീനയുടെ നിർബന്ധപ്രകാരമാണ് ഹരിതനഗറിലേക്ക് താമസം മാറ്റിയത്. കൂടാതെ പത്രം ഓഫീസിലേക്ക് ഇവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്യാം. കഷ്ടിച്ച് 1/4 മണിക്കൂർ എടുക്കുകയുള്ളൂ. താമസം തുടങ്ങി ഒരാഴ്ചക്കകം തന്നെ ഹരിതനഗറിലെ പലരും വന്ന് പരിചയപ്പെട്ടു. പല വീടുകളിലും സലീന പോയിട്ടുമുണ്ട്. സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ ഈ കോളനിയിൽ താമസമാക്കിയത് എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു. H18 മുന്നിൽ ചെറിയ ജനക്കൂട്ടം. കോളനിയിലെ മിക്കവാറും എല്ലാവരും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞോ? അകത്തു നിന്നൊരു സ്ത്രീയുടെ കരച്ചിൽ ഉച്ചത്തിൽ കേൾക്കാം. അത് കേട്ട് ഷീബയും കരയാൻ തുടങ്ങി. അകത്ത് മുറിയിൽ കട്ടിലിൽ മലർന്ന് നിശ്ചലമായി കണ്ണുകളും വായും പാതി തുറന്നു കിടക്കുന്ന 17-കാരി ഷീന. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും മരിച്ചു കിടക്കുകയാണെന്ന്. ഡോക്ടർ മേനോൻ സലീനയുടെ അടുത്ത് വന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. മരിക്കത്തക്ക അസുഖമൊന്നും ഈ കുട്ടിക്കില്ലായിരുന്നു. ഈ കിടപ്പ് കണ്ടിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ ആത്മഹത്യയാവാം. പോസ്റ്റ്മോർട്ടം ചെയ്യിക്കണം. സാറിന് വിവരം അറിയിച്ചോ? സലീന ഉടൻ തന്നെ ഷീബയുടെ വീട്ടിലെ ഫോണിൽ നിന്ന് സുബൈറിനെ വിളിച്ച് വിവരം പറഞ്ഞു. അവൾ തിരികെ അടുത്തെത്തിയപ്പോൾ ഷീനയുടെ അമ്മ കരച്ചിലിന് ആക്കം കൂട്ടി. തൊട്ടടുത്ത് വന്ന മിസ്സസ് മേനോൻ പറഞ്ഞു, ഷീനയ്ക്ക് ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു എന്ന് സലീനയ്ക്ക് അറിയാലോ. 2 ദിവസം മുമ്പ് വലിയ വലിവായിരുന്നു. ഞാൻ ഡോക്ടറോടൊപ്പം വന്നിരുന്നു. കണ്ട കഷ്ടം തോന്നും. വലിച്ച് ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ പക്ഷെ കുറച്ച് കുറഞ്ഞായിരുന്നു. ഇന്നലെ നല്ല ഭേദമായി എന്നാണ് ഷീനയുടെ അമ്മ പറയുന്നത്. ഇത്രയായപ്പോൾ ഷീനയുടെ അമ്മ ഏറ്റു പറഞ്ഞു, ഇന്നലെ രാത്രി 10 മണി വരെയും TV കണ്ടുകൊണ്ടിരുന്നതാ എൻ്റെ കുഞ്ഞ്. അപ്പോഴും ചെറിയ വലിവേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിലും കാലത്ത് ഞാൻ തന്നെയാണ് അവൾക്ക് മരുന്നൊക്കെ കൊടുത്തത്. 10:30 എണീറ്റ് വരാത്ത കണ്ടപ്പോൾ ചെന്ന് നോക്കി. അപ്പോഴാ എൻ്റെ മോള്. അവർ ഏങ്ങലടിച്ച് കരഞ്ഞു. താമസിയാതെ തന്നെ പോലീസ് എത്തി. സുബൈർ പതിവ് ജോലികൾ ആരംഭിച്ചപ്പോൾ സലീന കണ്ണുകൾ കൊണ്ട് വിടവാങ്ങി ഓഫീസിലേക്ക് പോയി. അന്ന് സന്ധ്യയ്ക്കാണ് പിന്നെ സുബൈർ വീട്ടിൽ വന്നത്. ആത്മഹത്യയോ കൊലപാതകമോ എന്ന തലക്കെട്ടിൽ ഞാൻ വാർത്ത കൊടുത്തിട്ടുണ്ട്. പ്രദീപ് കുറച്ച് ഫോട്ടോയും എടുത്തിട്ടുണ്ടായിരുന്നു. നാളെ നോക്കിക്കോ, പത്രത്തിൽ എൻ്റെ പേരിലാണ് വാർത്തകൾ വരാൻ പോകുന്നത്, സലീന പറഞ്ഞു. കൊലപാതകം തന്നെ, സുബൈർ യൂണിഫോം മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഇത് ഈ കോളനിയിലെ ആദ്യത്തെ അസ്വാഭാവിക മരണവും അല്ല. എന്താ സുബൈറൊക്കെ അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും സംശയം? സലീനയിലെ പത്രപ്രവർത്തക ഉണർന്നു.
ഞാനിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കൂടെ കയറി. ഷീ വാസ് സഫോക്കേറ്റഡ് ടു ഡെത്ത്. മുഖത്ത് പക്ഷേ വിരലടയാളമോ പാടുകളോ ഒന്നും ഇല്ല. തലേണ മുഖത്ത് അമർത്തിപ്പിടിച്ചിട്ടാവും കൊന്നത്. ആ കൊച്ചിൻ്റെ അടുത്ത് തലേണ വല്ലാതെ കിടക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു. മരുന്ന് കഴിച്ച് പാതി മയക്കത്തിലായതുകൊണ്ടാവും നിശബ്ദമായിട്ട് അവൾ മരണമടഞ്ഞത്. ഈ കോളനിയിൽ ഒരു സീരിയൽ കില്ലർ ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം. വാ, ചായ കുടിക്കുന്നോ അതോ ചപ്പാത്തി മതിയോ? തീന്മേശയ്ക്കരികിലേക്ക് സലീന ഭർത്താവിനെ കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് സൂത്രത്തിൽ ചോദിച്ചു, പറയിക്ക, നേരത്തെ ഇമാതിരി മരണം ഈ കോളനിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നേരിട്ട് അന്വേഷിച്ച ഒരു കേസ് ഇപ്പോഴും തെളിയാതെ കിടക്കുന്നുണ്ട്. പുതിയ വീടുകൾ വരുന്നതിന് മുമ്പ് ഇവിടെ 5-6 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സമ്പന്നർ താമസിക്കുന്ന സ്ഥലം പോലെ അന്നൊക്കെ എനിക്ക് തോന്നിയത് ഇത്. ആ വീടുകളിൽ ഒന്നായ സരസ്വതി വിഹാർ ഇപ്പം H2. അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു അന്ന്. അവരുടെ മക്കളൊക്കെ ജോലിയായി വിദേശത്താണ്. ഒരു പറ്റം വേലക്കാരും ഉണ്ടായിരുന്നു. വാദത്തിൻ്റെ അസുഖമില്ലാതെ ഒന്നുമില്ലായിരുന്നു ആ തള്ളയ്ക്ക്. അതിൻ്റെ 3-4 വീട് മാറി ഒരു കേണൽ വിശ്വനാഥപിള്ളയുടെ വീടുണ്ട്. അവരുടെ ഭാര്യ ഭവാനി അമ്മയാണ് ആദ്യം ആ ശവശരീരം കാണുന്നത്. ഒരേ പ്രായക്കാരായതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് കാണാറും സംസാരിച്ച് സമയം കൊള്ളാറും ഒക്കെ ഉണ്ടത്രേ. ഒരുമിച്ചിരുന്നാണ് പല TV പരിപാടികളും കണ്ടിരുന്നത്. ഒരു വൈകിട്ട് ഏകദേശം 3-4 മാസം മുമ്പ് ഭവാനി അമ്മ സരസ്വതി വിഹാറിലെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി. അവിടെ നോക്കുമ്പോൾ TV-യുടെ മുന്നിൽ മരിച്ചിരിക്കുകയായിരുന്നു അവർ. സരസ്വതി അമ്മ അവിടുത്തെ ഫോണിൽ നിന്ന് തന്നെ കേണലിനെ വിവരം അറിയിക്കുകയും കേണൽ എന്നെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു. അന്ന് ഞാൻ ക്വാർട്ടേഴ്സിലായിരുന്നല്ലോ താമസം. വയസ്സായി ഹാർട്ടിൻ്റെയോ മറ്റോ അസുഖം മൂലം മരിച്ചതെന്നാണ് അന്ന് വിചാരിച്ചത്. പക്ഷെ അവർക്ക് വാദമല്ലാതെ മറ്റൊരു അസുഖവും ഇല്ലായിരുന്നത് കൊണ്ടും ഞാൻ വെറുതെ നമ്മുടെ ഫോറൻസിക് ഡോക്ടർ ഗോപിനാഥനെ ഒന്ന് വിളിച്ചു. ഡോക്ടർ നോക്കിയിട്ട് പോസ്റ്റ്മോർട്ടം സജസ്റ്റ് ചെയ്തു. സുബൈർ തുടർന്നു, മരണം ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. കുഷ്യൻ മുഖത്ത് അമർത്തിപ്പിടിച്ചാണ് കൊന്നിരിക്കുന്നത്. കുഷ്യൻ ഏതാണ്ട് ചെറുതായതുകൊണ്ടായിരിക്കണം ആ മുഖത്ത് കൊലപാതകയുടെ നഖം കൊണ്ടുള്ള ചില മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ സന്ധികൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നത് കൊണ്ട് വേദന സംഹാരി ഗുളികകൾ അവർ കുറെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവും അവരും വലുതായിട്ടൊന്നും എതിർത്തിരുന്നില്ല. അപ്പോൾ ഒരുപോലുള്ള 2 മരണം യാദൃച്ഛികമായിക്കൂടാ എന്നുണ്ടോ? സലീന ചോദിച്ചു. മറ്റൊരു സംശയം കൂടെ തോന്നുന്നു. എൻ്റെ സ്റ്റേഷനിലെടുത്ത കേസാണ്. പിന്നീട് ട്രാൻസ്ഫർ ചെയ്ത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് മാറ്റി. സംഭവം നടന്നത് മെഡിക്കൽ കോളേജിലെ ഒരു പേ വാർഡ് മുറിയിലായിരുന്നത് കൊണ്ട് കേസ് ഞാനല്ല അന്വേഷിച്ചത്. അതിതുവരെ തെളിഞ്ഞിട്ടുമില്ല. അതിലെ വിചിത്രമായ സംഗതി എന്താണെന്ന് വെച്ചാൽ മരിച്ച കുഞ്ഞ് ഈ കോളനിയിലേത് തന്നെ ആയിരുന്നുവെന്നാണ്. 6 മാസം പ്രായമുള്ള ആൺകുഞ്ഞ്. വയറിളക്കവും ഛർദിലും കാരണമാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. കുടലിലെന്തോ ഓപ്പറേഷൻ ചെയ്തെന്ന്. അതിനെയും ഇതുപോലെ തലേണ കൊണ്ട് ശ്വാസം മുട്ടിച്ചായിരുന്നു കൊന്നത്. ഈ കോളനിയിലെ ആരോ ആയി ആ മരണത്തിനും ബന്ധമുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. സുബൈർ കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു. ആയിരിക്കാം. ഇനിയും ഇതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? നാളെ ഒന്ന് പോലീസ് രജിസ്റ്ററിൽ പരിശോധിച്ച് പറയാമോ? നല്ല വാർത്താ പ്രാധാന്യമുള്ള വസ്തുതകളാണ്. ഞാനൊന്നിതൊക്കെ എഴുതി പ്രശസ്തിയായി കൊള്ളട്ടെ, സലീന പറഞ്ഞു. അല്ലെങ്കിലും ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയായിട്ട് അന്വേഷിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എവിടെയാ സമയം? ശരി, നോക്കട്ടെ. സുബൈർ ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് പറഞ്ഞു. നാളെ IG വരുന്നുണ്ട്. ആ ദിവസം അതോടെ പോക്കാം. ഏതോ കല്യാണത്തിന് വരുന്നതാ. എന്നാലും പോയി കാണാതിരിക്കാൻ പറ്റുമോ? എന്നാലും ഈ സംഭവത്തിന് നല്ലൊരു സ്കൂപ്പിന് ചാൻസ് ഉണ്ട്, സലീന ആത്മകഥം എന്നോണം പറഞ്ഞു. ഞാനും ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തി നോക്കിയാലോ? പത്രാധിപർ സുധീരൻ സാറിനെ ചാക്കിലാക്കാൻ ഇത് മതിയാവും. ഈടെ നല്ല വാർത്തയൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എപ്പോഴും പരാതിയാണ് പുള്ളിക്ക്. ചികഞ്ഞു നോക്കുന്നതൊക്കെ കൊള്ളാം. ഒരുപോലുള്ള മരണങ്ങളാണ്. അവശ നിലയിൽ കിടക്കുന്നവരെ കൊല്ലുന്ന ഒരു മാനസിക രോഗിയാകാം. മണത്ത് നീ നടക്കുന്ന അറിഞ്ഞാൽ അവൻ ചിലപ്പോൾ നിനക്കും കുഴപ്പം ചെയ്യും. ചെയ്യുന്നതല്ല എന്നോട് പറയണം. ആരോടെങ്കിലും സംശയം തോന്നിയാൽ ലോക്കപ്പിലിട്ട് നല്ല ഇടി കൊടുക്കാം. അപ്പം സത്യം പുറത്തു വരും.
സുബൈർ സമ്മതിച്ചല്ലോ എന്ന സന്തോഷത്തിൽ സലീന കിടക്ക വിരിക്കുവാൻ ബെഡ്റൂമിലേക്ക് പോയി. അടുത്ത ശനിയാഴ്ച സലീന ഷീബയുടെ വീട്ടിൽ പോയി. ഷീബ ട്യൂഷന് പോയിരിക്കുന്നു. അമ്മ ഷീല നല്ല വിഷമത്തിലാണെങ്കിലും വീട്ടുജോലികൾ ചെയ്യുകയായിരുന്നു. ജോലിക്ക് നിൽക്കുന്ന പെണ്ണിനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. വെറുതെ ഇരുന്ന ഞാൻ വിഷമിച്ച് ചത്തുപോകും സലീനെ. പിന്നെ ഇവിടെ നിന്ന പെണ്ണ് 8 വർഷമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ അവൾ പറയുക, സാരമില്ല കൊച്ചമ്മേ, ഷീന ചേച്ചിക്ക് ഇനി ആസ്മയുടെ കഷ്ടപ്പാട് അനുഭവിക്കണ്ടല്ലോ, ആത്മഹത്യ ചെയ്തതല്ലേ, നമ്മളിനി എന്ത് ചെയ്യാനാ എന്നൊക്കെ. ഞാൻ ഉടൻ തന്നെ അവളോട് പോകാൻ പറഞ്ഞു. വർത്തമാനം സഹിക്കണ്ടല്ലോ, ഷീല പറഞ്ഞു. അതെന്താ ചേച്ചി അവൾ ഷീന മോൾ ആത്മഹത്യ ചെയ്തതാണെന്നൊക്കെ പറയാൻ കാരണം? സലീന ചോദിച്ചു. വട്ട്, അല്ലാതെന്താ? എൻ്റെ മോളെ ആരോ കൊന്നതാ. ഇനി ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് സലീനയുടെ ഭർത്താവാ. എന്തായി അന്വേഷണം എന്ന് വല്ലതും പറഞ്ഞോ? അവർ ചോദിച്ചു. ചേച്ചിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇതുപോലെ മരണങ്ങൾ ഈ കോളനിയിൽ മുമ്പ് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സലീന സൂത്രത്തിൽ ചോദ്യത്തിൽ നിന്ന് വഴുതി മാറി മറു ചോദ്യം ചോദിച്ചു. ഈ കോളനിയിലെ സംശയമില്ലാത്തവരുടെ പേര് പറയുകയായിരിക്കും കൂടുതൽ എളുപ്പം. ഞങ്ങളിവിടെ നിന്ന് പോവുകയാ. നശിച്ച സ്ഥലം. ഇന്നലെ സ്നേഹം ഭാവിച്ച് എത്ര പേർ വന്നു. അതിലാരെങ്കിലും ആയിരിക്കും എൻ്റെ മോളെ കൊന്നത്. മോൾ മരിക്കുന്ന ദിവസവും കാലത്ത് 8-10 പേർ വന്നിരുന്നു, പല കാര്യങ്ങൾക്ക്. ഈ സ്ഥലത്തുള്ളവർക്ക് അവരുടെ കാര്യം മാത്രം നോക്കിയിരുന്നാൽ പോരെ? എന്തിനാണെന്ന് വെറുതെ അടുത്ത വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? സലീനയെ കുത്തിയാണ് അവരത് പറഞ്ഞതെന്ന് തോന്നി. സലീന വേഗം യാത്ര പറഞ്ഞിറങ്ങി. വേറെ പണിയൊന്നുമില്ല, ഇനി എന്ത് ചെയ്യാനാണ്? കുറച്ചു നേരം അറച്ചു നിന്നിട്ട് സലീന HR നടന്നു. കേണൽ വിശ്വനാഥപിള്ളയുടെ വീട്. മക്കളില്ലാത്ത വിശ്വനാഥപിള്ളയും ഭവാനി അമ്മയും കുറേയേറെ മൃഗങ്ങളെ വളർത്തുന്നുണ്ട്. അവിടെ 4 പട്ടികൾ, കുറേയേറെ പൂച്ചകൾ, തത്തകൾ, ലവ് ബേർഡ്സ്, മീനുകൾ തുടങ്ങിയ ചെറിയ കാഴ്ചബംഗ്ലാവാണ് ആ വീട്. ഏതോ യുദ്ധകാലത്ത് കാലിന് വെടിയേറ്റ് റിട്ടയർ ചെയ്ത വ്യക്തിയാണ് കേണൽ. പടി ഊന്നിയാണ് നടപ്പ്. അധികം പുറത്ത് കാണാറുമില്ല. ഗേറ്റ് കടന്നു ചെന്നപ്പോൾ നായ്ക്കൾ വാലാട്ടി സ്നേഹം പ്രകടിപ്പിച്ചു. ഇവയ്ക്ക് സ്നേഹം കൊടുത്ത് വളർത്തുന്നത് കൊണ്ട് കുരയ്ക്കാനും കടിക്കാനും ഒന്നും അറിയില്ലായിരിക്കാം എന്ന് സലീന വിചാരിച്ചു. ഒരു കിളിക്കൂട്ടിനുള്ളിൽ നിന്നൊരു ചത്ത പക്ഷിക്കുഞ്ഞുമായി ഭവാനിയമ്മ പുറത്തു വരുന്നു. സലീന സ്വയം പരിചയപ്പെടുത്തി. ഞാൻ സലീന, CI സുബൈറിന്റെ ഭാര്യയാണ്. ഇവിടെ H16. നല്ല കാര്യം, പരിചയപ്പെടുത്തുവോ? മോളെ അറിയാത്തവരായി ഇവിടെ ആരാ ഉള്ളത്? ഒന്നാമത് CIയുടെ ഭാര്യ, പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല സുന്ദരിക്കുട്ടി. ഇവിടെ വയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ മോളെ കാണാൻ വരാതിരുന്നത്, ഭവാനിയമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു. എത്ര ഐശ്വര്യമുള്ള സ്ത്രീ. മുണ്ടും നേരിയതും വേഷം. ശരീരത്തിലെ വണ്ണം ഒട്ടും വൃത്തികേടായി തോന്നുന്നില്ല. സ്നേഹമുള്ള, സ്നേഹിക്കാൻ തോന്നുന്ന ഒരമ്മ. കണ്ണിൽ കരുണയുടെ അഗാധത നിറഞ്ഞു തുളുമ്പുന്നു. മോള് വാ, ഞാൻ ഈ കിളിക്കുഞ്ഞിനെ ഒന്ന് കുഴിച്ചിട്ടോട്ടെ. 2 ദിവസമായി തൂങ്ങി തൂങ്ങി നിൽക്കുകയായിരുന്നു. പാവം. ഇന്ന് നോക്കിയപ്പോൾ ചത്ത് കിടക്കുന്നു. അകത്തെ മുറിയിൽ ഇവിടെയുണ്ട്, സംസാരിച്ചിരിക്കും, ഞാനിപ്പോൾ വരാം. അവർ ഭർത്താവിനെ സംബോധന ചെയ്യുന്നതായിരിക്കും ഇവിടെ എന്ന്. അകത്ത് പത്രം വിശദമായി വായിക്കുകയായിരുന്നു കേണൽ സാർ. ഗുഡ് മോർണിംഗ് സർ, ഞാൻ സലീന, H14 താമസം, സലീന പറഞ്ഞു. ആ, CIയുടെ പണവാട്ടി അല്ലേ? അറിയാം. ബി സീറ്റഡ് യങ് ലേഡി. ഭവാനി പുറത്തുണ്ടായിരുന്നല്ലോ, ഗംഭീര സ്വരത്തിൽ കേണൽ പറഞ്ഞു. നരച്ചതെങ്കിലും കൊമ്പം മീശ, മെലിഞ്ഞു നല്ല ഉയരമുള്ള ശരീരം. അദ്ദേഹത്തിൻ്റെ വെളുത്ത നിറം മഞ്ഞ നിറത്തിലേക്ക് ലേശം കടക്കുന്നുണ്ടോ? ഞാൻ കണ്ടിരുന്നു സർ, ഒരു കിളിക്കുഞ്ഞ് ചത്തുപോയത്രേ. അതിനെ കുഴിച്ചിടാൻ പോവുകയായിരുന്നു അമ്മ, സലീന പറഞ്ഞു. ഓ, ഇത് മരണത്തിൻ്റെ സീസണാണ്. മൃഗങ്ങളും പക്ഷികളും മരിക്കുന്നു, മനുഷ്യരും, അയാൾ പറഞ്ഞു. അപ്പോഴേക്കും കൈയും കഴുകി ഭവാനിയമ്മ വന്നു. അവർ പറഞ്ഞു, മൃഗങ്ങളും പക്ഷികളും അസുഖം വന്നാണ് ചാവുന്നതെങ്കിൽ മനുഷ്യരെ ആരോ കൊല്ലുന്നു. കഴിഞ്ഞ ആഴ്ച മരിച്ച ഷീനയും ആരോ കൊന്നത് തന്നെ. ആരാണ്, എന്തിനാണ് എന്നൊക്കെ ഇനി മോളുടെ കണവൻ കണ്ടുപിടിക്കട്ടെ അല്ലേ? സലീന ഭവാനിയമ്മയെ അതിശയത്തോടെ നോക്കി. എന്താ അമ്മേ, അമ്മയ്ക്ക് ഇത്ര നിശ്ചയം ഇത് കൊലപാതകമാണെന്ന്?
അവൾ ചോദിച്ചു. ഭവാനിയമ്മ ഭർത്താവിൻ്റെ അടുത്തൊരു കസേരയിലിരുന്നു. എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരിയായിരുന്നു സരസ്വതി അമ്മ. അവരാണ് ആദ്യം ശ്വാസം മുട്ടി മരിക്കുന്നത്. മരണത്തിന് ശേഷം അവരെ ആദ്യം കണ്ടത് ഞാനാണ്. അന്നത്തെ ഇൻസ്പെക്ടറോട് ഞാനാ പറഞ്ഞത് കൊലപാതകമാണിതെന്ന്. മൂക്കിന് ചുറ്റും നഖം കൊണ്ട് മുറിഞ്ഞ പാടുണ്ടായിരുന്നു. പിന്നെ രാഗിണിയുടെ മോൻ, H5 രാഗിണി. ഭർത്താവ് വാസുദേവൻ ഗൾഫിലാ, പണം ഇഷ്ടം പോലെ. 4 മക്കളിൽ മൂത്തത് മയക്കുമരുന്ന് ഉപയോഗിക്കുമായിരുന്നു. അത് ഈ കോളനിയിലെ എല്ലാവർക്കും അറിയാമായിരുന്നു താനും. എന്നിട്ടും പാവൻ രാഗിണി അറിഞ്ഞില്ല. ഒടുവിൽ അവൻ മരിച്ചപ്പോൾ ഞങ്ങളൊക്കെ കരുതിയത് ഓവർഡോസ് അടിച്ചിട്ടാവുമെന്നാണ്. രാഗിണിയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന് ഉഗ്രം ബഹളം, പോസ്റ്റ്മോർട്ടം ചെയ്യണമത്രേ. ഒടുവിൽ ഞങ്ങളൊക്കെ പറഞ്ഞ് അയാൾ അറിഞ്ഞു കുട്ടി ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നുവെന്ന്. കേസെടുക്കാതെ ശവം അങ്ങ് മറവ് ചെയ്തു. പക്ഷെ രാഗിണി പിന്നീട് പറഞ്ഞു പയ്യൻ്റെ മുഖത്തും മൂക്കിലും ഒക്കെ ചതഞ്ഞരഞ്ഞ പാടും വായിൽ നിന്ന് രക്തവും നുരയും പതയും ഒക്കെ വന്നിരുന്നു എന്ന്. അതും കൊലപാതകം തന്നെ ആയിരുന്നിരിക്കാം. അവർ ദീർഘശ്വാസം വിട്ടു. എന്തിന്? ആര്? സലീന ചോദിച്ചു. ആർക്കറിയാം മോളെ, വല്ല ഭ്രാന്തനുമായിരിക്കും. അവർ പറഞ്ഞുകൊണ്ട് എണീറ്റു. വാ, ചായ ഉണ്ടാക്കുന്നുണ്ട്, എടുക്കാം. കേണൽ ഇത്ര നേരം ഒന്നും സംസാരിച്ചില്ലല്ലോ എന്നോർത്തുകൊണ്ട് സലീന ഭവാനിയമ്മയുടെ കൂടെ ഉള്ളിലേക്ക് പോയി. അന്ന് സുബേറയ്ക്കയോട് രാഗിണിയുടെ മകൻ H5 മരിച്ച സംഭവം അതും സീരിയൽ കൊലപാതകം തന്നെ ആവുമെന്നും സലീന പറഞ്ഞു. പിറ്റേന്ന് തന്നെ സലീന H5 പോയി. രാഗിണി പ്രായം കൊണ്ട് മധ്യവയസ്കയാണെങ്കിലും കണ്ടാൽ യുവതിയാണെന്നേ തോന്നും. പെരുമാറ്റവും അതുപോലെ തന്നെ. സലീന ഹരിതനഗറിൽ താമസിക്കാൻ എത്തിയപ്പോൾ ആദ്യം പരിചയപ്പെട്ട ആൾക്കാരിൽ ഒരാളായിരുന്നു രാഗിണി. പേരാണ് സലീന വിളിച്ചത്. അതിലവൾ സന്തുഷ്ടയായതുപോലെ തോന്നി. ഒരേ പ്രായക്കാരിയാണെന്ന് തോന്നലല്ലേ പേര് വിളിച്ചത് എന്നാണ് അവർ കരുതിയത്. പിന്നീടാണ് സലീന അവർക്ക് +2-ലും 9-ലും പഠിക്കുന്ന കുട്ടികളുണ്ടെന്ന് അറിഞ്ഞത്. ഇപ്പോൾ അവർക്ക് കോളേജിൽ പഠിച്ചിരുന്ന ഒരു മൂത്ത മകനും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. സലീനയെ സന്തോഷത്തോടെയാണ് അവർ സ്വീകരിച്ചിരുത്തിയത്. കുറച്ചു നേരത്തെ കൊച്ചു വർത്തമാനത്തിന് ശേഷം മരണങ്ങളിലേക്ക് വിഷയം തിരിച്ചതും സലീന തന്നെയായിരുന്നു. ഇന്നലെ ഞാൻ ഷീനയുടെ അമ്മയെ കണ്ടിരുന്നു. മക്കൾ മരിക്കുമ്പോൾ അമ്മമാർക്കുണ്ടാവുന്ന ദുഃഖമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം, അല്ലേ രാഗിണി? രാഗിണി കുറച്ചു നേരം മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, ശരിയാണ് സലീന, ഞാനും ആ ദുഃഖം അനുഭവിച്ചവളല്ലേ. സലീന അത്ഭുതം ഭാവിച്ചു. അവർ പറഞ്ഞു തുടങ്ങി. രാകേഷ്, എൻ്റെ പേരിന് സാമ്യമായിട്ടാണ് ചേട്ടൻ അവളും പേരിട്ടത്. പഠിക്കാൻ മിടുക്കനായിരുന്നു അവൻ. കോളേജിൽ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടത് ഞാൻ അറിഞ്ഞിരുന്നേ ഇല്ല. ഇവിടെ പക്ഷെ എല്ലാവർക്കും അറിയായിരുന്നു അത്രേ അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നുള്ള കാര്യം. എന്നിട്ടും ആരും എന്നോടൊന്നും പറഞ്ഞുമില്ല. എത്ര ദുഷ്ടരാണല്ലോ ഇവിടെ താമസിക്കുന്നവർ. ഞാനും തെറ്റുകാരി തന്നെ. ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാമായിരുന്നു. ദുർവിധി. എങ്ങനെയാ രാഗിണി മോൻ്റെ മരണം സംഭവിച്ചത്? സലീന നിഷ്കളങ്കമായി ചോദിച്ചു. അന്ന് രതീഷിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പാർട്ടി ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരും വന്നിരുന്നു. രാകേഷ് വൈകിയാണ് കോളേജിൽ നിന്ന് എത്തിയത്. സുഖമില്ല, ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി. പിന്നെ വന്നതുമില്ല. ഞാനും തിരക്ക് കാരണം ശ്രദ്ധിച്ചില്ല. എല്ലാവരും പോയ ശേഷമാണ് രാകേഷ് ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് മനസ്സിലാക്കി ഭക്ഷണവുമായിട്ട് ചെല്ലുന്നത്. ഞാൻ കയറി ചെല്ലുമ്പോൾ അവൻ കണ്ണ് തുറന്നിട്ടായിരുന്നു. വായിൽ നിന്ന് ചോര കലർന്ന തുപ്പൽ ഒലിച്ചിറങ്ങുന്നു. മൂക്കിൻ്റെയും വായുടെയും ഭാഗത്ത് ചുമന്ന നിറം. നല്ല വെളുപ്പായിരുന്നു അവൻ. ഞാൻ അല്ലറി വിളിച്ച് കരഞ്ഞു. ആൾക്കാർ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് അവൻ ഓവർഡോസ് അടിച്ച് മരിച്ചു എന്നായിരുന്നു. അന്നാ സലീന ഞാൻ അറിയുന്നത് അവൻ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നുവെന്ന്. മുറിയിൽ നിന്ന് റെസ്റ്റൈൽ എന്ന് പറയുന്ന എന്തോ ഗുളികയുടെ കുറേ പാക്കറ്റുകൾ കിട്ടി. പക്ഷെ അത് ഓവർഡോസ് കഴിച്ചാലൊന്നും മരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടില്ല. അതൊന്നും കഴിച്ച ലക്ഷണവും കണ്ടില്ല. പിറ്റേന്ന് തന്നെ ചേട്ടൻ ഫ്ലൈറ്റിൽ വന്ന് എന്നെ കുറെ ചീത്ത പറഞ്ഞു. ഞാൻ കാരണം അത്രേ. പക്ഷെ സലീന, അന്നത് ആത്മഹത്യയാവുമെന്ന് കരുതി കേസാക്കാതെ ചേട്ടൻ തന്നെ കുറെ കാശ് ചെലവാക്കി മോനെ ദഹിപ്പിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൊന്നതായിരിക്കുമെന്ന്. ആ ദിവസം കോളനിയിലെ എല്ലാവരും ഉണ്ടായിരുന്നു പാർട്ടിക്ക്. ഇതിലൊരാൾ മാനസിക രോഗിയായിരിക്കുമെന്നും അയാളാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നതെന്നും എല്ലാവരും പറയുന്നുണ്ടല്ലോ.
ശരിയാണോ സലീനെ? സുബൈർ എന്ത് പറയുന്നു? അവർ ചോദിച്ചു. എന്നോടൊന്നും പറഞ്ഞില്ല രാഗിണി. അന്വേഷിക്കുന്നുണ്ട്. ആരാണെങ്കിലും സുബൈറിക്ക പിടിക്കും. എത്രമാത്രം കള്ളന്മാരെയാണെന്നോ പിടിച്ചിട്ടുള്ളത്? രാഗിണിക്ക് മോന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഇനിയും പരാതി കൊടുക്കാമല്ലോ, അവൾ പറഞ്ഞു. വേണ്ട, ഇനി അതൊന്നും കുത്തിപ്പൊക്കണ്ട. എൻ്റെ മോനെ എനിക്കിനി തിരികെ കിട്ടില്ലല്ലോ, അവർ കണ്ണീരൊപ്പി. വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു സലീന അവിടെ നിന്നിറങ്ങിയത്. അന്ന് സുബൈർ കുറച്ച് നേരത്തെ വീട്ടിലെത്തി. ഞായറാഴ്ചയായിരുന്നല്ലോ. ഷീനയുടെ വീട്ടിൽ മരണ ദിവസം രാവിലെയും തലേന്നും വൈകിട്ടും ഒക്കെ വന്ന് എല്ലാവരും വിശദമായി ചോദ്യം ചെയ്തു. സ്റ്റേഷനിൽ വരുത്തേണ്ടവരെ വരുത്തിയും ചോദിച്ചു. എല്ലാവരും ആബ്സല്യൂട്ട്ലി നോർമൽ. പിന്നെ സംശയമുള്ളവരിൽ 4 പേർ കസ്റ്റഡിയിലുമുണ്ട്. പത്രത്തിലൊന്നും എഴുതണ്ട, അനധികൃത കസ്റ്റഡിയാണേ. പാലുകാരൻ കരീം, പത്രക്കാരൻ സുരേഷ്, H2 ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിലെ വാച്ചർ, പിന്നെ തേങ്ങ വെട്ടാൻ വരാറുള്ള ഗോപി, ഇവരെയൊക്കെ വിശദമായിട്ട് ചോദ്യം ചെയ്യണം. ചെയ്തു വരുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഇതേവരെ നടന്ന 4 മരണങ്ങളിലും പൊതുവെയുള്ള ചില കാര്യങ്ങളുണ്ട്. എല്ലാം ഒരുപോലെ തന്നെ. 1, ശ്വാസം മുട്ടിച്ചിട്ടുള്ള മരണമായിരുന്നു എല്ലാം. ഒന്നുകിൽ തലയണ അല്ലെങ്കിൽ കുഷൻ. 2, മരണമടഞ്ഞവരെല്ലാം ഹരിതനഗർ താമസക്കാർ. 3, അവർക്കെല്ലാം മരണസമയത്ത് അവശതയുണ്ടായിരുന്നു. അതായത് മരുന്നിൻ്റെ മയക്കത്തിലായിരുന്നു. അതിൽ നിന്ന് നിനക്കെന്ത് മനസ്സിലായി? കേമിയായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് അല്ലേ, പറ, സുബൈർ പ്രകോപിപ്പിക്കാനായി ചോദിച്ചു. സലീന ഒന്ന് ചിന്തിച്ചു, എന്നിട്ട് പറഞ്ഞു, കൊലയാളി ഈ കോളനിയിലെ ആൾ തന്നെ. അല്ലെങ്കിൽ എന്തിന് ഇവിടുത്തെ ആൾക്കാരെ തന്നെ കൊല്ലണം? പിന്നെ അയാൾക്ക് എന്തോ മാനസിക അസുഖമുണ്ട്, തീർച്ച. ഒരു ബന്ധവുമില്ലാത്തവരെയാണല്ലോ കൊല്ലുന്നത്. പക്ഷെ എന്തെങ്കിലും ബന്ധം കാണാൻ സാധ്യതയുണ്ട്. അതാ ഇക്ക പറഞ്ഞതുപോലെയുള്ള അവശത തന്നെ ആയിരിക്കാം. അതായത് മരുന്ന് കഴിച്ച അവശ നിലയിൽ കിടക്കുന്നവർ. പക്ഷെ എന്തിനാ അവരെ മാത്രം തിരിഞ്ഞു പിടിച്ച് കൊല്ലുന്നത്? അവർ ബഹളമുണ്ടാക്കില്ല, എതിർക്കുകയില്ല. മരണം വലിയ കോലാഹലങ്ങളൊന്നും ഇല്ലാതെ നടക്കും. ഇനി അതുകൊണ്ടായിരിക്കുമോ? കൊള്ളാം, സുബൈർ പറഞ്ഞു. വിശക്കുന്നു, എന്താണെന്ന് വെച്ചാൽ എടുത്തു വെക്കുക. ഇനി ഒരു കൊല കൂടെ നടന്നാൽ ഞാൻ അവനെ പിടിച്ചിരിക്കും, തീർച്ച. അന്ന് രാത്രി ഉറക്കം വരാതെ ആലോചിച്ച് കിടന്നപ്പോഴാണ് സലീനയ്ക്ക് മറ്റൊരു സാധ്യത കൂടെ തെളിഞ്ഞു വന്നത്. അത് പിറ്റേന്ന് കാലത്ത് തന്നെ സുബൈറിനോട് പറയുകയും ചെയ്തു. പിന്നെ ഇക്ക, അവശനിലയിൽ കിടക്കുന്നവരെ മാത്രം കൊല്ലുന്നത് കൊണ്ടൊരു സംശയം. കൊലപാതകിയും ചില അവശതകൾ ഉള്ളയാളാണെങ്കിലോ? അതായത് നല്ല ആരോഗ്യമുള്ളവനെ കൊല്ലാൻ കെൽപ്പില്ലാത്തവൻ, കൈകൾക്കോ മറ്റോ സ്വാധീനക്കുറവുള്ളവൻ. അതാണോ അവരെ മാത്രം കൊല്ലുന്നത്? അതോ ഇനി വല്ല സ്ത്രീയും ആണോ? അതോ കൊച്ചു പയ്യന്മാരാണോ? ആ നിലയ്ക്കൊന്ന് അന്വേഷിച്ച് നോക്കൂടെ, സലീന ചോദിച്ചു. സുബൈർ നെറ്റി ചുളിച്ചെങ്കിലും ഒന്നും പറഞ്ഞില്ല. എന്തായാലും അന്ന് തന്നെ സുബൈർ സ്വാധീനക്കുറവുള്ളവരുടെ ഒരു ലിസ്റ്റ് സലീനയുടെ കയ്യിൽ കൊടുത്തു. 6 പേരുണ്ടായിരുന്നു അതിൽ. 1, H2 വാച്ചർ കൃഷ്ണൻ. കാലിനും കൈകൾക്കും ചെറിയ ഏന്തുണ്ടത്രേ. ചെറുപ്പത്തിൽ പോളിയോ വന്നതാകാം. ഇയാളിപ്പോൾ കസ്റ്റഡിയിലുണ്ടല്ലോ. 2, H8 BA സൈക്കോളജി വിദ്യാർത്ഥി സനൽ. അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ, അമ്മ ടീച്ചർ. ഒരു അനുജത്തിയുമുണ്ട്. ഇയാൾക്ക് എപ്പിലെപ്സി, അതായത് സന്നി വരാറുണ്ടത്രേ. പോരാതെ പഠിക്കുന്നത് സൈക്കോളജി. തുറിച്ച കണ്ണുള്ള മെലിഞ്ഞു കൊലുന്തനെയുള്ള ചെറുക്കനെ സലീന ഓർത്തു. 3, H11 തോമസ് ഫിലിപ്പ് എന്ന എഞ്ചിനീയർ. ഇയാൾക്ക് ഡിസ്കിൻ്റെ അസുഖവും പുറം വേദനയും ഉണ്ട് പോൽ. ഒരു കൂനിലാണ് നടക്കുന്നത്. കഴുത്തിൽ കോളറും ധരിക്കാറുണ്ട്. ശുദ്ധൻ. 4, ഡോക്ടർ മേനു. ഒരു ആക്സിഡൻറ്റിന് ശേഷം വലത് കൈക്ക് സ്വാധീനക്കുറവുണ്ട്. പക്ഷെ മനുഷ്യരെ ചികിത്സിക്കുന്ന ഡോക്ടർ അവരെ കൊല്ലുമോ? 5, കേണൽ വിശ്വനാഥപിള്ള. പട്ടാളത്തിൽ വെടിയേറ്റ് കാലിന് സ്വാധീനമില്ല. പലരെയും യുദ്ധസമയത്ത് കൊന്നിട്ടുണ്ട് അയാൾ, ശത്രുക്കളെ. ആ ചിന്തയാവുമോ ഇനി അവശ്യ നിലയിൽ അയാളെ കൊണ്ട് മാനസിക തൃപ്തിക്ക് വേണ്ടി ചെയ്യിക്കുന്നത്? 6, H16 സുബൈർ. സലീന ഒന്നുകൂടെ നോക്കി. എന്ത് സുബൈറൊക്കെയോ? എന്താണ് പിന്നെ എഴുതിയിരിക്കുന്നത്? 2 വർഷം മുമ്പ് സിറ്റിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് കത്തിയപ്പോൾ തീയിൽ നിന്ന് 4 പേരെ രക്ഷിച്ചു. ഇടത് കൈമുട്ടിൻ്റെ ഞരമ്പിന് തീപ്പൊള്ളലിൽ ക്ഷതമേറ്റ് ഇടത് കൈക്ക് സ്വാധീനക്കുറവുണ്ട്.
സലീന ഒറ്റയ്ക്കിരുന്ന് ഊറി ഊറി ചിരിച്ചു. സ്വാധീനക്കുറവത്രേ. ചില സമയം വലതു കൈയേക്കാൾ ശക്തിയുണ്ട് ഇടതിന്. എൻ്റെ ഐഡിയ വിഡ്ഢിത്തമാണെന്ന് കാണിക്കാനാവും സുബൈറിക്ക സ്വന്തം പേര് ലിസ്റ്റിൽ എഴുതി ചേർത്തത്. സലീന 2, 4, 5 എന്നീ പേരുകളുടെ നേരെ ചോദ്യചിഹ്നം വരച്ചു. 2 ആഴ്ച പോലീസ് അത്യന്തം പരിശ്രമിച്ച ശേഷവും ഒരു ഫലവും ഇല്ലാത്തപ്പോഴാണ് വീണ്ടും കൊലപാതകി ആഞ്ഞടിച്ചത്. ഇപ്രാവശ്യം സലീനയെ ഞെട്ടിക്കുന്ന മട്ടിൽ മരണമടഞ്ഞത് കേണൽ വിശ്വനാഥ പിള്ളയായിരുന്നു. വാർദ്ധക്യ അസുഖം മൂലം മരിച്ചതെന്നായിരുന്നു ആദ്യം കേട്ടപ്പോൾ തോന്നിയത്. പക്ഷെ പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ മരണവും മറ്റൊരു സീരിയൽ കൊലപാതകമായേക്കാമെന്ന്. സുബൈർ ഒരു കേസ് അന്വേഷണത്തിനായി മദ്രാസിൽ പോയിരുന്നത് കൊണ്ട് SI ആയിരുന്നു വന്നത്. ഭവാനിയമ്മയെ ഡോക്ടർ മേനോൻ മരുന്ന് കൊടുത്ത് ഉറക്കിയിരിക്കുകയായിരുന്നു. ആൾക്കാർ സംസാരിക്കുന്നത് സലീന മിണ്ടാതെ നിന്ന് കേട്ടു. അദ്ദേഹത്തിന് വൈറൽ പണി വന്നത്രേ. ആശുപത്രിയിൽ പോകാമെന്ന് ഭാര്യ പറഞ്ഞിട്ട് സമ്മതിച്ചില്ലെന്നും ഡോക്ടർ മേനോൻ മരുന്ന് കൊടുക്കുകയായിരുന്നു എന്നും ഇന്ന് കാലത്ത് നോക്കുമ്പോൾ അനക്കമില്ലാതെ കിടക്കുന്നുവെന്നുമൊക്കെ. സുബൈർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഒരു കൊലപാതകം വന്നാൽ അവനെ പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3-4 ദിവസത്തിന് ശേഷമാണ് പിന്നെ സുബൈർ മടങ്ങി വന്നത്. അപ്പോഴേക്കും കോളനിയിലെ മിക്ക വീടുകളിലും വൈറൽ പണി പടർന്നു പിടിച്ചിരുന്നു. സലീനയും കിടപ്പായിപ്പോയി. അവശ നിലയിൽ കിടക്കുന്ന തന്നെ കൊലയാളി വന്ന് കൊല്ലുമെന്ന് പേടിച്ച് വിശ്വസിച്ചാണ് അവൾ ദിവസങ്ങൾ തള്ളി നീക്കിയത്. സുബൈർ തിരിച്ചെത്തിയതോടുകൂടിയാണ് ആശ്വാസമായത്. പക്ഷെ അയാൾ വളരെ ശുഭിതനും അക്ഷമനുമായി കാണപ്പെട്ടു. താൻ ഇല്ലായിരുന്ന സമയത്ത് നടന്ന കൊലപാതകത്തിൽ SI വേണ്ടത്ര ശ്രദ്ധിച്ചില്ലത്രേ. മദ്രാസിൽ പോയ കാര്യവും നടന്നില്ല. ഇനി കോളനി ആകെ പനി പിടിച്ചു കിടക്കുന്ന സമയത്ത് എത്ര പേരായിരിക്കും മരണപ്പെടുക എന്നൊക്കെ പുലമ്പിക്കൊണ്ടേയിരുന്നു. നേരാൻ പറഞ്ഞ ഭക്ഷണം കിട്ടാത്തതിന്റെ ദേഷ്യവും കാണും, സലീന വിചാരിച്ചു. കേണൽ മരിച്ചത് ഉറക്ക ഗുളിക അധികം കഴിച്ചിട്ടാണെന്നും അത് സീരിയൽ കൊലപാതകമൊന്നും അല്ല എന്നും പിന്നീട് സുബൈർ പറഞ്ഞു. പക്ഷെ പനി ബാധിച്ച് കിടന്നവരിൽ ആരും തന്നെ പിന്നീട് മരണപ്പെട്ടില്ല. ഇനിയിപ്പോ കേണൽ തന്നെ ആയിരിക്കുമോ കൊലപാതകി? അയാൾ മരണപ്പെട്ടതോടുകൂടി കൊലകളൊക്കെ നിർന്നല്ലോ. അല്ലെങ്കിൽ അയാൾ പശ്ചാത്താപത്താൽ ആത്മഹത്യ ചെയ്തതാണെങ്കിലോ? അതായതുകൊണ്ടാണോ ഇനിയും കൂടുതൽ കൊലകളൊന്നും ഇല്ലാത്തത്? പനി മാറിയതിനു ശേഷം സലീന ഭവാനിയമ്മയെ കാണാൻ പോയി. അവർക്കറിയാമായിരുന്നോ എന്തോ കേണലിന്റെ മാനസികാരോഗ്യത്തെപ്പറ്റി. എന്തുകൊണ്ടോ കേണൽ തന്നെയാണ് കൊലകൾ ചെയ്തിരിക്കുന്നതെന്ന് സലീനയ്ക്ക് മനസ്സിൽ തോന്നി. തെളിവുകളൊന്നും ഇല്ലെങ്കിൽ കൂടിയും. ഭവാനിയമ്മ തീരെ അവശ നിലയിൽ കിടപ്പിലായിരുന്നു. സലീനയെ കണ്ടപ്പോൾ അവർ എണീറ്റിരിക്കാൻ ശ്രമിച്ചു. മോളെ, അടുത്തത് ഞാനാ, എനിക്കറിയാം, ഞാനാ അടുത്തത്. അവർ പിച്ചും പേയും പറയുന്നത് പോലെ പുലമ്പുന്നുണ്ടായിരുന്നു. സലീനയ്ക്ക് സങ്കടം തോന്നി കിടപ്പ് കണ്ടപ്പോൾ. അന്ന് കുറച്ചു നേരം കൂടെ ഇരുന്ന് മരുന്നൊക്കെ കൊടുത്ത ശേഷം സലീന തിരികെ വന്നു. വേലക്കാരോട് ഭവാനിയമ്മയെ എപ്പോഴും ശ്രദ്ധിക്കാനും നിർദ്ദേശം കൊടുത്തു. പിന്നീട് 1 മാസത്തിന് ശേഷമാണ് ഭവാനിയമ്മ എണീറ്റ് നടക്കാൻ തുടങ്ങിയത്. സലീന ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കും. അത് അവർക്ക് വലിയ ആശ്വാസവുമായിരുന്നു. കേണൽ വിശ്വനാഥ പിള്ളയുടെ മരണശേഷം 1 മാസം കഴിഞ്ഞിട്ടും മറ്റു മരണങ്ങളൊന്നും കോളനിയിൽ ഉണ്ടായിരുന്നില്ല. സുബൈർ കഠിനമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവസാനം അയാളും കേണലായിരിക്കാം കൊലയാളി എന്ന വിശ്വാസത്തിലെത്തി. സലീനയ്ക്ക് അറിയാവോ, ആ കേണലിന് പണ്ട് ഏതോ യുദ്ധത്തിൽ തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. അന്ന് അയാൾ ക്യാപ്റ്റനായിരുന്നു. ഭവാനിയമ്മ ആർമിയിൽ നേഴ്സും. ചികിത്സിച്ച് ഭേദമാക്കിയ ശേഷം പ്രേമിച്ച് വിവാഹം കഴിച്ചവരാ അവർ. പിന്നീട് ഭവാനിയമ്മ ജോലിയൊക്കെ രാജിവെച്ച് കേണലിൻ്റെ ഭാര്യയായി വിലസി. അവർക്ക് 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നത്രേ. എല്ലാവരും ഓരോരോ അസുഖം വന്ന് മരിച്ചുപോയി. അതുകൊണ്ടാണ് ഇത്രയധികം മൃഗങ്ങളെ വളർത്തുന്നത്, സുബൈർ സലീനയോട് പറഞ്ഞു. എങ്ങനെ കിട്ടി ഈ കഥകളൊക്കെ? സലീന ചോദിച്ചു. സുബൈർ പറഞ്ഞു, ഭവാനിയമ്മയെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയതാ. വളരെ നാണത്തോടെയാണ് അവൾ പ്രേമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ഞാൻ വിശദമായി ഒന്ന് പരിശോധിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടിയേക്കും. പത്രത്തിൽ സ്കൂപ്പിന് വേണ്ടി കഥ അന്വേഷിച്ച് നടന്ന് അത് ഷൂ എന്നങ്ങ് പോയാൽ പറ്റൂലല്ലോ. കൊന്നത് കേണലാണെങ്കിൽ എന്താണ് കാണാനെങ്കിലും കണ്ടുപിടിക്കണ്ടേ. പണ്ട് തലയിലേറ്റ മുറിവ് അയാളെ ഭ്രാന്തനാക്കിയതാണോ, അതോ റിട്ടയർ ചെയ്ത ശേഷം ശത്രുക്കളെ ഒന്നും കൊല്ലാൻ പറ്റാതായപ്പോൾ കിട്ടുന്നവരെ കൊല്ലുന്നതാണോ? സലീന സംശയിച്ചു. അവൾ ചോദ്യരൂപേണ ഭർത്താവിനെ നോക്കി.
ഭവാനിയമ്മ ഒന്ന് മണിയടിച്ച് നോക്കിയാലോ എന്ന് ചോദിച്ചു. സുബൈർ പറഞ്ഞു, ശരി നോക്ക്, കേസ് തെളിയിക്കാൻ പറ്റിയാൽ എനിക്കും ക്രെഡിറ്റ് അല്ലേ. പിറ്റേന്ന് സലീന ചെല്ലുമ്പോൾ ഭവാനിയമ്മ കിടക്കയിൽ തന്നെ ചാരി ഇരുന്ന് എന്തോ എഴുതുകയായിരുന്നു. സലീനെ കണ്ടതും അവർ പുഞ്ചിരിച്ചു. ആ മോളോ, വാ, കുറച്ച് ദിവസം ആയല്ലോ കണ്ടിട്ട്. ഇടയ്ക്കൊക്കെ എനിക്കൊന്ന് എണീറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റിയിരുന്നു. അന്നേരം അവിടെ വന്നാലോ എന്ന് ആലോചിച്ചതാ, പക്ഷെ ഇപ്പൊ വീണ്ടും വയ്യാതായി. അവർ എഴുതിയ പുസ്തകം മാറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് അമ്മ എഴുതുന്നത്, വല്ല കഥയുമാണോ? സലീന ചോദിച്ചു. അല്ല മോളെ, ജീവചരിത്രമാണ്, എൻ്റെയും പിന്നെ ഇവിടെയുടെ. ദൈവം നമുക്കൊക്കെ ഓരോ ജോലി തന്ന് ഭൂമിയിലേക്ക് വിടുന്നു. പക്ഷെ ഭൂമിയിലായാലും ദൈവം നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും, ഓരോ നിർദ്ദേശങ്ങൾ തരും. അതിനെക്കുറിച്ച് എഴുതുന്നതാ. പുസ്തകത്തിൻ്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നതേ ദൈവവചനം എന്നാണ്. എഴുതി തീർത്താൽ പ്രസിദ്ധീകരിക്കണം, അതിനു മുമ്പ് ചത്തുവോ എന്തോ, അവർ പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കിക്കോട്ടെ അമ്മേ, ഇതിൽ സാറിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ച കാര്യങ്ങളും മറ്റും. സലീന പുസ്തകം എടുക്കാൻ ആഞ്ഞു. ഭവാനിയമ്മ ചിരിച്ചുകൊണ്ടത് മാറ്റിവെച്ചു. തരാം, ഞങ്ങളുടെ പ്രേമകഥയൊക്കെ CI സർ പറഞ്ഞു അല്ലേ. സ്വന്തം അമ്മയെപ്പോലെ കരുതി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കേണൽ സാറും മരിച്ചിരിക്കുന്നത് അസുഖം കൊണ്ടല്ല, ആരും കൊന്നതുമല്ല. അത് കൊലയാണെന്ന് പറയാനാവില്ല എന്നാണ് ഇക്ക നിശ്ചയമായിട്ടും പറഞ്ഞത്. ഉറക്ക ഗുളിക കൂടുതൽ കഴിച്ചാണ് മരിച്ചതെന്ന് അമ്മയ്ക്കറിയാലോ. ആത്മഹത്യയായിരിക്കെ എന്നിട്ടും അമ്മ ഇത് ആ കൊലപാതകി ചെയ്തത് തന്നെയാണ് എന്ന് പറയാൻ എന്താ കാരണം? അമ്മയല്ലേ കേസെടുക്കണമെന്നും പോലീസിനെ അറിയിക്കണമെന്നും ഒക്കെ പറഞ്ഞത്? സലീന ചോദിച്ചു. ഞാനൊരു നേഴ്സായി ജോലി ചെയ്തിട്ടുള്ള ആളല്ലേ മോളെ, എനിക്കറിഞ്ഞൂടെ? കൂടാതെ ഈ കോളനിയിൽ ഇതുപോലെ എത്ര മരണം നടന്നതാ, അതും എനിക്കറിഞ്ഞൂടെ? ഭവാനിയമ്മ പറഞ്ഞു. അമ്മ ദേഷ്യപ്പെടാതെ ഒരു കാര്യം കൂടെ പറയുമോ? കേണൽ സാറിന് ഈ മരണങ്ങളുമായി എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അമ്മയ്ക്ക് അറിയാമോ? സലീന പതുക്കെ ചോദിച്ചു. അപ്രതീക്ഷിതമായി ഭവാനിയമ്മ ഒന്ന് ഞെട്ടി. എന്നിട്ട് കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. കണ്ണുകൾ രൗദ്രഭാവത്തിൽ തിളങ്ങി. അവർ അലർച്ചയുടെ സ്വരത്തിൽ പറഞ്ഞു, ഛീ, വീട്ടിൽ വന്ന് അസംബന്ധം പറയുന്നോ? കടന്നു പോ പുറത്ത്. എന്നിട്ട് ക്ഷീണിതയായി കിടക്കയിൽ വീണ് തേങ്ങിക്കൊണ്ട് പുലമ്പി. എത്ര പേരെയാണ് ഞാൻ സഹായിച്ചിട്ടുള്ളത് എൻ്റെ ഭഗവാനെ, എന്നെ സഹായിക്കാൻ ആരും ഇല്ലാതായല്ലോ, എന്നെ ഒന്ന് കൊന്നു തന്നൂടെ? സലീന നിശ്ചലയായി കുറച്ചു നേരം അവരെ നോക്കി നിന്നു. പിന്നെ മെല്ലെ പുറത്ത് കടന്നു. അന്ന് സന്ധ്യയോടെയാണ് ഭവാനിയമ്മയും മരണപ്പെട്ട വിവരം സലീനെ അറിയുന്നത്. ചിലപ്പോൾ അവരെ അവസാനമായി കണ്ടതും താൻ തന്നെ ആയിരിക്കണം, സലീന വിചാരിച്ചു. പടച്ചോനെ, ഇത് ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകം തന്നെയാണോ? പക്ഷെ അതും പ്രഥമ ദൃഷ്ട്യാ ഉറക്ക ഗുളികകൾ കൂടുതൽ കഴിച്ച് കേണലിനെ പോലെ തന്നെയുള്ള മരണമായിരുന്നു. കൊലയാളി കൊല്ലുന്ന വിധം ഇനി മാറ്റിയതാവുമോ? ചിലപ്പോൾ ഭവാനിയമ്മയ്ക്ക് അറിയാമായിരുന്നിരിക്കും ആരാണ് കൊലയാളിയെന്ന്. ആ അറിവാകാം അവരെയും അപകടത്തിൽപ്പെടുത്തിയത്. ഭവാനിയമ്മയുടെ വീട്ടിൽ സലീന പോയി. ആകെ ഒരു ശ്മശാന മൂകത. സുബൈർ നല്ല തിരക്കിലായിരുന്നു. ഉറങ്ങുന്നത് പോലെ ശാന്തയായി മരിച്ചു കിടക്കുന്ന ഭവാനിയമ്മയെ കണ്ടപ്പോൾ സലീനയ്ക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നി. അന്ന് രാത്രി വളരെ വൈകി ക്ഷീണിതനായാണ് സുബൈർ വന്നത്. നല്ല മൂഡിലല്ല പുള്ളിക്കാരൻ എന്ന് മനസ്സിലാക്കിയ സലീന ഒന്നും ചോദിച്ചില്ല. പിറ്റേന്ന് കാലത്ത് തന്നെ സുബൈർ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. 10 മണിയോടെ തൻ്റെ ഓഫീസിലേക്ക് ഫോൺ വന്നു. സലീന സംശയിച്ചത് ശരിയാണ്, ഉറക്ക ഗുളിക തന്നെയാണ് ഈ മരണത്തിനും കാരണം. പക്ഷെ ഭർത്താവും ഭാര്യയും ഒരുപോലെ മരണമടഞ്ഞതും മറ്റു കൊലപാതകങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്നും അറിയേണ്ടിയിരിക്കുന്നു. പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, ഉച്ചയ്ക്ക് ഊണ് സമയത്ത് പറയാം. എന്താണ് സർപ്രൈസ്? എന്തിനാണ്? എങ്ങനെയാണ്?
ചോദിച്ചിട്ടൊന്നും ഒരു ഉത്തരവും കിട്ടിയില്ല. കേണലും ഭവാനിയമ്മയും ഒരേപോലെയാണ് മരണമടഞ്ഞതത്രേ. എങ്ങനെയാവാം അങ്ങനെ സംഭവിച്ചത്? താൻ സംശയിച്ചത് ചിലപ്പോൾ ശരിയായിരിക്കാം, സലീന കരുതി. കൊലപാതകങ്ങൾ നടത്തിയ വിശ്വനാഥപിള്ള പശ്ചാത്താപം കൊണ്ടോ മറ്റോ ആത്മഹത്യ ചെയ്തതാകാം. ഞാനത് ചോദിച്ച വിഷമത്തിൽ ഭവാനിയമ്മയും അതുപോലെ ചെയ്തതായിക്കൂടാ എന്നുണ്ടോ? ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ സുബൈർ ഒരു പൊതി സലീനയ്ക്ക് കൊടുത്തു. വെള്ള പേപ്പറിൽ നന്നായി പൊതിഞ്ഞ് നല്ലവണ്ണം സീല് ചെയ്ത സലീനയുടെ പേരെഴുതിയ ഒരു പൊതി. ഇത് നിന്റെ പേരെഴുതി ഭവാനിയമ്മയുടെ മേശപ്പുറത്ത് ഇരുന്നതാ. അവർ നിനക്ക് തരാൻ വേണ്ടി എടുത്തു വെച്ച എന്തെങ്കിലും ആയിരിക്കും. ഇൻക്വസ്റ്റിൽ വരണ്ടാന്ന് കരുതി ഞാനിതിങ്ങെടുത്തു. നോക്ക, സുബൈർ പറഞ്ഞു. അതിശയത്തോടെ സലീന പൊതി തുറന്നു നോക്കി. ദൈവവചനം എന്ന തലക്കെട്ടോടുകൂടി ഭവാനിയമ്മ എഴുതിയ ആത്മകഥയുടെ ഡയറി. വെറുതെ ഒന്ന് മറച്ചു നോക്കി. നല്ല അക്ഷരം, പക്ഷെ മുഴുവൻ എഴുതി തീർന്നിട്ടില്ല. ഉള്ളിലൊരു കുറിപ്പ്. സലീന ഉറക്ക വായിച്ചു. മോളെ, നീ മാത്രമേ ശരിക്കുള്ള കൊലപാതകയെ മനസ്സിലാക്കുകയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. നീ ചോദിച്ചതെന്നെ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എന്നിൽ നിന്നും സത്യം മുഴുവൻ അറിയാനായിരുന്നു നീ ഇങ്ങനെ ചോദിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കി. നീ കുറച്ചു നേരം കൂടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ നിന്നോട് നേരിട്ടെല്ലാം പറഞ്ഞേനെ. മോളെ, ദൈവം എന്നോട് സംസാരിക്കാറുണ്ട്, പണ്ട് മുതലേ തന്നെ. നല്ല കാര്യങ്ങളെ പറയൂ, അതനുസരിച്ചാണ് ഞാൻ ജീവിച്ചിരുന്നത്. എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, ഒത്തിരി സ്നേഹമുണ്ട് എല്ലാ ജീവജാലങ്ങളോടും. മനുഷ്യർ കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അവർ വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്കും വേദനിക്കും. അതുകൊണ്ടാണ് അവരുടെ വേദന എന്നേക്കുമായി നശിപ്പിക്കാൻ ഞാൻ തുനിയുന്നത്. ഇവിടേക്ക് ഇതൊക്കെ അറിയാം. എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. എന്നെ സ്നേഹക്കൂടുതൽ കാരണം ആരോടും പറയാറുമില്ല. എൻ്റെ വീട്ടിലെ പക്ഷികളോ മൃഗങ്ങളോ തന്നെ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ അവരെയൊക്കെ നിമിഷ നേരം കൊണ്ട് വേദന അറിയിക്കാതെ കൊല്ലുമായിരുന്നു. എൻ്റെ 4 മക്കളും ഓരോ അസുഖം വന്ന് കഷ്ടപ്പെടുന്നത് കണ്ടാണ് ഞാൻ അവരെ രക്ഷപ്പെടുത്തി വിട്ടത്. എത്ര പേര് ഞാനെങ്ങനെ ദൈവവചനത്താൽ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് വിട്ടിട്ടുണ്ടെന്നോ. എൻ്റെ ഈ ആത്മകഥ നീ വായിക്കണം. അപ്പം മനസ്സിലാകും ഞാൻ ചെയ്തതൊക്കെ നന്മയായിരുന്നു എന്ന്. വേദനയുടെ നരകത്തിൽ നിന്ന് ഞാൻ എത്ര പേരെ ദൈവത്തിൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ ഇവിടെ വൈറൽ പനി പിടിച്ച് ശരീരം മുഴുവൻ വേദനിച്ച് വിറച്ച് പൊള്ളുന്ന ദേഹവുമായി എത്ര ദിവസമാണ് കിടന്നത്. പനി ഇന്ന് മാറും, നാളെ മാറും എന്ന് കരുതി കാത്തിരുന്നപ്പോഴാണ് എനിക്ക് ദൈവവചനം ഉണ്ടായത്. ഞാൻ ചുമയുടെ കഷായത്തിലാണ് 50 കുറക്ക ഗുളികകൾ പൊടിച്ചു ചേർത്തത്. അത് കുടിച്ച ശേഷം ഇവിടെ എന്നെ ദയനീയമായി നോക്കി. എന്നെയും നീ ഇത് ചെയ്തോ എന്നാ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. അതോടെയാണ് മോളെ ഞാൻ വീണുപോയത്. ശാരീരികമായും മാനസികമായും തകർന്നു. 10-30 പേരെയെങ്കിലും ഞാൻ സഹാനുഭൂതിയുടെ പേരിൽ അവരുടെ അസഹ്യമായ വേദനകളിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും അവർ സ്വർഗത്തിൽ ചെന്നിട്ട് എന്നോട് നന്ദി പറഞ്ഞു. പക്ഷെ എൻ്റെ ഇവിടെ അദ്ദേഹം മാത്രം എന്നെ ശപിച്ചു. നീ ചെയ്തത് തെറ്റാണ് ഭവാനി എന്നെന്നോട് പറഞ്ഞു. ഞാൻ ആകെ തളർന്നു പോയി. ഇന്നലെ നീ വന്ന് പോയതോടുകൂടി ഞാൻ ചുമയുടെ ആ കഷായം അതിൻ്റെ ബാക്കിയിൽ കുറച്ചും കൂടെ മരുന്നും കൂടെ പൊടിച്ച് ചേർത്ത് കുടിച്ചു. കുറേയേറെ നീ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. നീ നിൻ്റെ ഭർത്താവും കൊലപാതകയെ കണ്ടുപിടിക്കാനായിട്ട് കുറേ ശ്രമം നടത്തിയതാണ്. നിന്നോട് എനിക്ക് നല്ല സ്നേഹമുണ്ട്. അതാണ് ഞാൻ ഈ കുറിപ്പ് എൻ്റെ ഇവിടെയുടെ അടുത്ത് പോകുന്നതിന് മുമ്പായി തന്നെ എഴുതിയത്. അദ്ദേഹം എനിക്ക് മാപ്പ് തരും, എപ്പോഴത്തെയും പോലെ. സലീന വിശ്വാസം വരാത്തതുപോലെ സുബൈറിനെ പകച്ചു നോക്കി. സുബൈർ കേസുകൾ തെളിഞ്ഞു എന്ന ഒരു ഭാവവുമില്ലാതെ അതിശയത്തോടെ മേശപ്പുറത്തിരുന്ന ഭവാനിയമ്മയുടെ ഡയറിയിൽ നോക്കി പിറുപിറുത്തു. ദൈവവചനം